നമസ്കാരം. ഞാൻ ആറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 1201 വർഷം, അതായത് കൊല്ലവർഷ ഫലമാണ്. 2025 ആഗസ്റ്റ് 17 മുതൽ 2026 ആഗസ്റ്റ് 17 വരെ, അത് ഒരു വർഷത്തെ ഫലമാണ് ചിങ്ങമാസ ഫലം. ആഗസ്റ്റ് 16 തീയതി, അതായത് 2025 ആഗസ്റ്റ് 16 രാത്രി ശനിയാഴ്ച 1:52 ചിങ്ങരവി സംക്രമം. അത് കാർത്തിക 4-ാം പാദത്തിലാണ് സഞ്ചരിക്കുന്നത് ചിങ്ങരവി സംക്രമം വരുന്നത്. അപ്പം ഇതിലൊരു 5 രാശിക്കാർക്കാണ് വളരെ ഏറിയ പങ്കും ഗുണഫലം സിദ്ധിക്കുന്നത്. അപ്പം അത് ഏതെല്ലാം രാശി നോക്കാം. ആദ്യം ഇടവരാശിക്കാർക്ക് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക മുക്കാല്, രോഹിണി, മകേരാര ഇവർക്ക് 2026 ജൂൺ 1 വരെ വ്യാഴൻ്റെ സഞ്ചാരം മിഥുനത്തിൽ 2-ലാണ്. ശനിയാണെങ്കിൽ നിലവിൽ 11-ലാണ് സഞ്ചാരം, രാഹു 10-ലാണ്, കേതു 4-ലും. അപ്പോൾ ഇതിൽ ഒരു വിശേഷം പറയാം. ഈ കുറിൽപ്പെട്ട ഈ 3 നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഒരു വിവാഹ യോഗം കാണുന്നു. ഇപ്പോൾ പെൺകുട്ടികൾ ഉണ്ടെങ്കിലും ഈ നക്ഷത്രത്തിലുണ്ടെങ്കിലും അവർക്കൊക്കെ ഈ കാലയളവ് വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്കും ധനവരവ് കൂടുന്ന സമയമാണ് ഈ ഒരു വർഷക്കാലം. നമുക്ക് ജൂൺ 1 വരെ വ്യാഴൻ്റെ സഞ്ചാരം വളരെ അനുകൂലമാണ്. ശനിയുടെ സഞ്ചാരവും നമുക്ക് 11-ലാകിയാൽ ഇപ്പോൾ പുറത്തു പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്കൊക്കെ ഈ ചിങ്ങമാസം അത് നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം കാണുന്നു. അത് പ്രത്യേകിച്ച് മെഡിക്കൽ പഠനം പൂർത്തിയായി നിൽക്കുന്നവർക്കൊക്കെ പുറത്തു പോയി ജോലി ചെയ്യാനുള്ള ഒരു അവസരം. അപ്പം നേഴ്സിംഗ് മേഖല ഇതിൽ വരും. ബിസിനസ് മേഖല പറയുകയാണെങ്കിലും നല്ല ഉന്നതിയിലെത്താനുള്ള സമയമാണ് കാണുന്നത്. അതിപ്പോൾ നമുക്ക് മേഖല നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽസ് ബിസിനസ് ചെയ്യുന്നവർ, മറ്റ് ഏത് ബിസിനസ് ചെയ്യുന്നവർക്കും വ്യാഴനും ശനിയും അനുകൂല സ്ഥിതി നിൽക്കുന്നത് നമുക്ക് ഏറിയ പങ്കും ഗുണഫലം സിദ്ധിക്കും. പിന്നെ 4-ൽ കേതുവിൻ്റെ സ്ഥിതി, അതായത് ചിങ്ങത്തിലാകയാൽ, അപ്പോൾ നമുക്ക് ഈ സൂര്യൻ കേതുവിൻ്റെ കൂടെ ചേരുമ്പോൾ രാഹു ദൃഷ്ടി വരെയാണ്. അപ്പോൾ ചിങ്ങമാസം ഒന്ന് ശ്രദ്ധിക്കുക. യാത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള അവസരം കാണുന്നു. ബന്ധുമിത്രാദികളുമായിട്ടുള്ള ചെറിയ പിണക്കങ്ങൾ വരാനോ അല്ലെങ്കിൽ മനോസുഖം കുറയാൻ, ഇത് 4-ൽ പാവഗ്രഹം വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെറിയൊരു അരിഷ്ടത ഉണ്ടാക്കും. അപ്പോൾ കേതുവിൻ്റെ കൂടെ രവി സഞ്ചരിക്കുമ്പോൾ, ചിങ്ങമാസം മുഴുവൻ രവി സഞ്ചരിക്കുന്നത് ചിങ്ങത്തിലാണ്, രാഹുവിൻ്റെ ദൃശ്യം വരുന്നതുകൊണ്ട് ഈ ഒരു മാസക്കാലയളവ് ആരോഗ്യം ശ്രദ്ധിക്കുക. മാക്സിമം രാത്രി യാത്ര ഒഴിവാക്കുന്നത് ഇടവക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. പിന്നെ മറ്റുള്ള മേഖല നോക്കുകയാണെങ്കിലും കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ശുക്രൻ കർക്കിടകത്തിലാണ് സഞ്ചരിക്കുന്നത്, വളരെ അനുകൂലമാണ്. ഏതൊരു കാര്യത്തിനും നമുക്ക് ജയം സാധ്യമാണ്. പഠന വിഷയത്തിലാണെങ്കിലും കുട്ടികൾ കഴിവ് തെളിയിക്കും. അത് കൂടുതലും മെഡിക്കൽ പഠനം ചെയ്യുന്ന കുട്ടികൾ, എഞ്ചിനീയറിംഗ് പഠനം ചെയ്യുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരമാണ് കാണുന്നത്. ഈ കാലയളവിൽ തന്നെ ജോലി സാധ്യതയുണ്ട്. ഇപ്പോൾ പഠിച്ചു നിൽക്കുന്നവരാണെങ്കിലും ജോലി സാധ്യത ഉണ്ട്. 11-ലെ ശനിയുടെ സഞ്ചാരം ജലരാശിയാകിയാൽ ചിലർക്ക് പുറത്തു പോകാനൊക്കെ ആഗ്രഹിച്ച് നിൽപ്പുണ്ടാവും. അത് ഉപരിപഠനത്തിനായി അങ്ങനെ വരുള്ളൂ, ജോലി നിമിത്തമല്ല, ഉപരിപഠനത്തിനായി പുറത്തു പോകാനുള്ള ഒരു അവസരം കിട്ടുന്നതാണ്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്തരം, കാല് ഇവർക്ക് വ്യാഴൻ്റെ സഞ്ചാരം 11-ലാണ്, വളരെ അനുകൂലമാണ്. 2026 ജൂൺ 1 വരെ, അത് 10 മാസ കാലയളവ് നമുക്ക് വളരെ അനുകൂലമാണ്. ഇതിൽ ദൃഷ്ടി വരുന്നത് 5-ാം ഭാവം ദൃഷ്ടി വരുന്നത് ബുദ്ധിക്ക് ഉണർവുണ്ടാവും. ഇപ്പം മുന്നേയൊക്കെ പഠിക്കുന്ന കുട്ടികൾ ചെറിയ അരിഷ്ടത ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലമൊക്കെ കണ്ടകശനിയും ഇപ്പോൾ അഷ്ടമശനി നിലവിലുണ്ട്. അപ്പോൾ വ്യാഴൻ 11-ൽ വരുന്നത് ഈ ദോഷ നിവർത്തി എന്ന് പറയും, വളരെ അനുകൂലമാണ് കാണുന്നത്. പഠനത്തിലൊക്കെ കഴിവ് തെളിയിക്കാനുള്ള, അതായത് മികവ് തെളിയിക്കാനുള്ള അവസരം കാണുന്നു. വിവാഹാദി കാര്യങ്ങളിലും കുട്ടികൾക്ക് ഈ കാലയളവ് വിവാഹം നടക്കാനുള്ള യോഗമാണ്. വിവാഹം കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിലും 11-ൽ നിൽക്കുന്ന വ്യാഴൻ്റെ ദൃഷ്ടി 5-ാം ഭാവം വരുന്നത് പുത്രാദികൾ കിട്ടാനുള്ള, അതായത് പുത്രസമ്പത്ത് കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. ഉന്നത പഠനവും പറയണം. 11-ലെ ഗുരുവിൻ്റെ ഇത് നമുക്ക് ഉന്നത പഠനം, ഇപ്പോൾ ഏത് പഠനം പൂർത്തിയായി നിൽക്കുന്നവരാണെങ്കിലും ഒരു ഉപരിപഠനവും കൂടെ വരും. അപ്പോൾ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ജോലി നിൽക്കുന്നവരാണെങ്കിൽ ഒരു ഉപരിപഠനം നടത്താനുള്ള അവസരം കാണുന്നു. ഗവൺമെൻറ് തലത്തിൽ നമുക്ക് രാശിയിൽ
രവി വരുന്നത് വളരെ ഗുണഫലമാണ്. ഗവൺമെൻറ് ജോലി സാധ്യത കാണുന്നു. ഇപ്പോൾ ഏതെങ്കിലും ടെസ്റ്റ് എഴുതി നിൽക്കുന്നവരാണെങ്കിൽ ഈ കാലയളവ് നമുക്ക്, അതായത് ചിങ്ങമാസ ഫലമാണ് പറയുന്നത് 2025 ആഗസ്റ്റ് 17 മുതൽ 2026 ആഗസ്റ്റ് 17 വരെ നമുക്ക് ഒരു വർഷക്കാല ഫലത്തിൽ നമുക്ക് ജോലി സാധ്യത കാണുന്നു. അതും ഗവൺമെൻറ് തലത്തിൽ. പിന്നെ പരസ്പര ദൃഷ്ടി വരെയാണ് രാഹുവും രവിയും കൂടെ. ഒരു മാസ കാലയളവ്, അത് ചിങ്ങമാസം മുഴുവനും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് അലർജി വരാതെ ശ്രദ്ധിക്കുക ഈ കാലയളവ്. എന്നുവെച്ചാൽ സർപ്പനും രവിയും ദൃഷ്ടി അത്ര നന്നല്ല. പിന്നെ ഉറക്കക്കുറവ് വരാനുള്ള അവസരം കാണുന്നു. കണ്ണിന് അസ്വസ്ഥത വരാനോ, പഠന വിഷയത്തിലാണെങ്കിൽ ഈ കാലയളവ് അത്ര ദോഷമല്ല. എന്നാലും ശ്രദ്ധിക്കേണ്ടത് ഡസ്റ്റ് അലർജി പോലെയോ സ്കിന്നിൽ എന്തെങ്കിലും അലർജി വരാനുള്ള അവസരം കാണുന്നു. അതിപ്പോൾ നമുക്ക് നാഗരികാവിൽ ആയില്യത്തിന് കൊടുക്കുന്നത് ദോഷകാഠിന്യം കുറയും. പിന്നെ ബിസിനസ് മേഖലയിലാണെങ്കിലും 10ാം ഭാവാധിപനായ ശുക്രൻ കർക്കിടകത്തിലാണ് തത്സമയ സ്ഥിതി. എന്നാലും ശുക്രനെ കൊണ്ടുള്ള മാറ്റങ്ങൾ 20-22 ദിവസം കൊണ്ട് ഒരു രാശി മാറുകയാണ്. നമുക്കൊരു 6 മാസ കാലയളവ് അനുകൂലമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അഷ്ടമശനിക്ക് ശ്രീ ധർമ്മശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുന്നത് നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ ജോലി ഭാരം കൂടും. അതിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും നമുക്ക് വ്യാഴൻ അനുകൂലനാണെങ്കിലും അഷ്ടമശനി വന്ന് നമുക്ക് 2ാം ഭാവം ദൃഷ്ടി വരുന്നത് ജോലി ഭാരം കൂടും. അതിനിപ്പോൾ നമുക്ക് 2 വർഷം അങ്ങനെ സംഭവിക്കുകയുള്ളൂ. നീരാഞ്ജന വഴിപാട് നടത്തി ദോഷകാഠിന്യം കുറയ്ക്കാം. പിന്നെ മറ്റുള്ള മേഖല പറയുമ്പോൾ കലാകായിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമാണ് ഈ കാലയളവ്. അതും പ്രത്യേകിച്ച് പൂര നക്ഷത്രക്കാർക്ക്. ഇപ്പോൾ എന്തെങ്കിലും ഓഡിഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ അതിപ്പം സ്റ്റാർ സിംഗർ പോലെ ആവാം, അഭിനയ മികവാവാം, സംഗീതാധികാരികളിലൊക്കെ വിജയിക്കാൻ, അതായത് ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം, പ്രൈസ് പോലെയൊക്കെ കിട്ടാനുള്ള അവസരം കാണുന്നു ചിങ്ങക്കൂറുകാർക്ക്. അപ്പോൾ ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്തരം, കാലി ഇവർക്ക് 2025 ആഗസ്റ്റ് 17 മുതൽ 2026 ആഗസ്റ്റ് 17 വരെ വളരെ അനുകൂല സമയമാണ്, ദോഷവശമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് തുലാക്കൂർ. ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാലും. ഇവർക്ക് എന്തുകൊണ്ട് അനുകൂല സമയമാണ് ഈ കാലയളവ്. അതായത് പുതുവർഷ ഫലത്തിൽ തുലാക്കൂറുകാർക്ക് ഈ വർഷം 2025 ആഗസ്റ്റ് 17 മുതൽ 2026 ആഗസ്റ്റ് 17 വരെ ഒരു വർഷ ഫലത്തിൽ ഗുരുവിൻ്റെ സഞ്ചാരം ജൂൺ 1 വരെ, അതായത് 2026 ജൂൺ 1 വരെ അനുകൂല ഭാവത്താണ് സഞ്ചരിക്കുന്നത്. അതായത് ഭാഗ്യസ്ഥാനം എന്ന് പറയും. ശനിയുടെ സഞ്ചാരം 6ലാണ്. ഇതിൽ വലിയ പ്രത്യേകത ജലരാശിയിലാണ് ശനിയുടെ സഞ്ചാരം, അതും വ്യാഴൻ നിൽക്കുന്നതാകട്ടെ ഭാഗ്യസ്ഥാനത്ത്. അപ്പോൾ കൂടുതലും തുലാക്കൂറുകാർക്ക് വരുന്നത് ഗൾഫ് മേഖലയിലൊക്കെ ജോലി ചെയ്യാനുള്ള അവസരം. അപ്പോൾ വിസ കാത്തു നിൽക്കുന്നവർക്കൊക്കെ ഈ കാലം വിസ കിട്ടി ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം കാണുന്നു. എന്തുകൊണ്ടും നമുക്ക് ഈ കാലം ഭാഗ്യസിദ്ധിയാണ്. അപ്പം ഗുരു മിഥുനത്തിൽ സഞ്ചരിക്കുന്നത് 2 ഭാഗ്യയോഗം പറയണം. ചിലവർക്ക് ജോലിയും കിട്ടി ഉടൻ തന്നെ വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു. ചിത്തിരാര, ചോതി, വിശാഖം മുക്കാലിന് ഈ കാലയളവ് ജോലിയും കിട്ടി വിവാഹം നടക്കാനുള്ള, അതായത് ശുഭകാര്യം നടക്കാനുള്ള യോഗമാണ് കാണുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും പെട്ടെന്നുള്ള വിജയം, അതായത് ഇപ്പം ചില കുട്ടികളൊക്കെ പഠന മികവ് തെളിയിക്കാൻ കുറച്ച് കഴിഞ്ഞ കാലം ബുദ്ധിമുട്ടിയിരിക്കാം. ഇപ്പോൾ പഠന മികവൊക്കെ തെളിയിക്കാനുള്ള സമയമാണ്. പെട്ടെന്നുള്ള ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. ചിലവർക്ക് പഠന വിഷയമായിട്ട് പുറത്തു പോയി നിന്ന് പഠിക്കാൻ, അത് മെഡിക്കൽ പഠനം ചെയ്യാനുള്ള അവസരം കാണുന്നു. ഇനി അടുത്ത് ബിസിനസ് മേഖലയിലാണെങ്കിലും ഇവർക്കും ഈ കാലയളവ് 10ാം ഭാവത്തിൽ ചന്ദ്രൻ്റെ സ്ഥിതി 2.25 ദിവസം ഒരു രാശി മാറുന്നത് അത് നമുക്ക് ഗുണഫലം ചെയ്യും. വ്യാഴനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വളരെ ഗുണഫലമായിരിക്കും ഈ കാലയളവ്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം, കാല് ഇവർക്ക് കണ്ടകനാണെങ്കിലും വ്യാഴന് ആയിലാണ് സ്ഥിതി, അതായത് വ്യാഴം നോക്കെന്ന് പറയും. ഇവർക്കും, അതായത് ഈ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം, കാലി ഈ നക്ഷത്രക്കാർക്ക് വിവാഹയോഗം കാണുന്നു. പഠന വിഷയത്തിൽ ഉന്നത ഉപരിപഠനം നടത്താനുള്ള സമയമാണ് ഈ കാലയളവ്. ഇപ്പോൾ ഒരു വീട് വെച്ച് താമസിക്കാനുള്ള യോഗം കാണുന്നു. ഗൃഹപ്രവേശം എന്ന് പറയും ഈ കാലയളവ്. എല്ലാ തടസ്സവും മാറുകയാണ്. കണ്ടകനാണെങ്കിലും വ്യാഴൻ്റെ സ്ഥിതി അയലാകിയാൽ മീനത്തിലെ ശനിയുടെ സ്ഥിതിയും ആ വ്യാഴൻ സ്ഥിതി ചെയ്യുന്നത് മിഥുനത്തിലാണ്. അപ്പോൾ നമുക്ക് വീട് വാഹന യോഗം കാണുന്നു. വിവാഹാദി കാര്യങ്ങളിലെല്ലാം തടസ്സം മാറുകയാണ്. ബിസിനസ് മേഖലയിലാണെങ്കിലും ഈ കാലയളവ് നമുക്ക് ലാഭവിഹിതം കൂടും.
അതിപ്പോൾ ഷെയർ മാർക്കറ്റൊക്കെ പറയാം. ഷെയർ മാർക്കറ്റിലൊക്കെ നിൽക്കുന്നവർ 3-ൽ രാഹുവിൻ്റെ സഞ്ചാരം വളരെ അനുകൂലമാണ്. അപ്പോൾ 9-ൽ കേതുവിൻ്റെ സഞ്ചാരം നമുക്ക് അനുകൂലമാണെങ്കിലും ശ്രീ മഹാഗണപതിക്ക് പ്രീതി ചെയ്യുന്നത് നമുക്ക് വളരെ നല്ലതാണ്. എന്തിനും ജയം കൈവരിക്കാനുള്ള സമയം. ഇപ്പം കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്കും ചിങ്ങമാസം കർക്കിടകത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ വളരെ ഗുണഫലം സിദ്ധിക്കും. എന്തുകൊണ്ടും ധനുക്കൂറുകാർക്ക് ഈ വരുന്ന 2025 ആഗസ്റ്റ് 17 മുതൽ 2026 ആഗസ്റ്റ് 17 വരെ വളരെ അനുകൂല സമയമാണ്. അത് പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിൽ. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക് എങ്ങനെ. കുംഭക്കൂറുകാർക്ക് 5-ലാണ് വ്യാഴൻ്റെ സ്ഥിതി, വളരെ അനുകൂലമാണ്. വ്യാഴ ദൃഷ്ടി വരെയാണ് രാശിക്ക്. എന്നാലും നമുക്ക് 7 ശനിയിൽ ഇനി 2 വർഷം ബാലൻസ് ഉണ്ട്. നീരാഞ്ജന വഴിപാട് നടത്തുക. രാശിയിൽ രാഹുവിൻ്റെ സ്ഥിതി അത്ര ദോഷമല്ല. പിന്നെ 7-ൽ കേതുവിൻ്റെ സ്ഥിതി ദോഷമാണ്. ഏതിനും തടസ്സം വരും. 5-ൽ വ്യാഴൻ രാശിക്ക് ദൃഷ്ടി ഉണ്ടെങ്കിലും 7-ലെ കേതുവിൻ്റെ സ്ഥിതി നമുക്ക് ദൃഷ്ടി ദോഷം സംഭവിക്കുകയാണ്. അപ്പോൾ ചിങ്ങമാസം മുഴുവൻ രവിയുടെ സ്ഥിതിയും 7-ലാണ്. പെട്ടെന്ന് പ്രകോപിതനാവാനുള്ള അവസരം. എന്തിനൊരു സമാധാനം വേണം. ഇപ്പോൾ ഒരു വഴക്ക് തീർക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ഇടപെടാനോ പാടില്ല. എന്നുവെച്ചാൽ തിരിയും. ഇപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരാൾക്ക് ഒരു അഭിപ്രായം പറയാൻ പോയാൽ തിരിയാണ്. തിരിഞ്ഞ് നമുക്കത് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത. അതായത് നിയമ നടപടി, അതാണ് ഉദ്ദേശം. പിന്നെ സ്കിൻ ഡിസീസ് വരാനുള്ള അവസരം കാണുന്നു. യാത്ര ബുദ്ധിമുട്ട് അനുഭവിക്കും. ഫുഡിൽ വളരെ ശ്രദ്ധിക്കുക. അസിഡിറ്റി പോലെ വരാനുള്ള അവസരം കാണുന്നു. അത് ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും മാക്സിമം ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക. 2-ലെ ശനിയുടെ സ്ഥിതിക്ക് സാമ്പത്തികം ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും 5-ലെ വ്യാഴൻ്റെ സ്ഥിതി രാശിക്ക് ദൃഷ്ടി വരുന്നത് നമുക്ക് സഹായങ്ങൾ വരാനുള്ള അവസരമാണ്. പൈസ മറിയും. ആ ഒരു ബുദ്ധിമുട്ട്, അതായത് നമുക്ക് 2026 ജൂൺ 1 വരെ വ്യാഴൻ്റെ സഞ്ചാരം വളരെ അനുകൂലമാണ്. വിവാഹാദി കാര്യങ്ങളിൽ ഈ കാലയളവ് കുട്ടികളുടെ വിവാഹകാര്യം നടക്കാനുള്ള യോഗം കാണുന്നു. പഠന വിഷയത്തിലും മികവ് തെളിയിക്കും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. പിന്നെ 7-ലെ കേന്ദ്ര സ്ഥിതിക്ക് ശ്രീ മഹാഗണപതിക്ക് കൂട്ടുഗണപതി ഹോമം നടത്തുന്നത്, കറുകമാല സമർപ്പിക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. അത് തടസ്സം മാറാനാണ്. 2-ലെ ശനിയുടെ സ്ഥിതിക്ക് നീരാഞ്ജന വഴിപാട് നടത്തുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. ശുഭമസ്തു.